ഇത് എങ്ങനെ അറിയതാ ആ വണ്ടീൻ്റെ ബേക്കിൽ ആടെ സ്റ്റാൻഡെല്ലാം പൊട്ടിച്ചിട്ട് കാറ്റെല്ലാം കളഞ്ഞിട്ട് മൊത്തത്തില് കുറച്ച് ചെറുതാണ്. നമുക്ക് ചെറിയ വീട് മതിയപ്പോ. സർപ്രൈസ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാവിലെ എന്നാ പറയണ്ടേ, നല്ല മഞ്ഞളിലുള്ളൊരു നല്ലൊരു രാവിലത്തെ സമയമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഭയങ്കര ഒരു സർപ്രൈസ് തരാൻ പോകുന്നുണ്ടെന്ന്. ഒച്ചയൊന്നും കേൾക്കാത്തത് കേൾക്കുന്നില്ല? ഒരു വൃത്തിയായിട്ട് ഒച്ച കേൾക്കുന്നുണ്ട് നിങ്ങൾ? മാസ് BGM ഇട്ടിട്ട് കേട്ടടാ, വൃത്തിയായിട്ട് ഒച്ച കേൾക്കുന്നില്ല? എച്ചുകൊണ്ട് എന്നും തലയിൽ അങ്ങോട്ട് ലോഡായില്ല. ഇതാര് എന്ത് ആരച്ചിട്ടത് ഓന് മനസ്സിലാവായിട്ട് ഇതൊന്നുമല്ല. ഓന രാവിലെ എണീച്ചതിൻ്റെ ഉറക്കത്തിന് കണ്ടപാടനെ കെട്ടിപ്പിടിക്കലും ഉമ്മ വരുത്തൊന്നും പറയണ്ട എച്ചെന്ന് വിളിച്ചിട്ടല്ലടാ. വെറുതെ ഒരു മോട്ട് കണ്ടോ? ഒരു മോട്ട് ചിരിയെല്ലാം കണ്ട. ഓൻ തട്ടിപ്പിൻ്റെ ഉസ്താദാണ് അല്ലടാ. എടാ ഞാൻ പൊലിച്ചക്ക് വന്ന ചേട്ടാ, 2-2:30 സമയത്ത് വന്നതാണ്. 2:30 സമയത്ത് വന്നിട്ട് ഞാൻ എന്താക്കി, ഇവർ രണ്ടാളും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇവർ എണീക്കുന്നതിന് മുന്നേ രാവിലെ തന്നെ, ഇപ്പോൾ സമയം 7 മണി ആയിട്ടേ ഉള്ളൂ, നല്ല ഉറക്കക്ഷണമുണ്ട്. പക്ഷേ ഞാൻ എന്നിട്ട് ഇവർ എണീക്കുന്നതിന് മുന്നേ ഇവരൊരു എക്സ്പ്രഷൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീച്ചതാണ്. അൻവി ഇനി എണീച്ചില്ല, ഇനി ഓൻ്റെതും കൂടി കിട്ടാനുണ്ട്. ഓനൊന്നും ഉണ്ടാവില്ല, കണ്ടപാടി ഇങ്ങനെ ചിരിയിരിക്കും. കണ്ടപാട് ഒന്നും ഇല്ലാണ്ട് നോക്കുമ്പോൾ ആദ്യം തിരിച്ചു പോയിട്ട് കിടക്കാനാ ചാൻസ്. ഞാൻ ഈ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എണീച്ചത് വെറുതെ എണീച്ച 2 മണിക്ക് എണീച്ചിട്ട് രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് സർപ്രൈസ് കൊടുക്കാൻ ഉണ്ടാവുന്നേ. കണ്ടപാടി ഇങ്ങനെ വന്നിട്ട് കണ്ണെല്ലാം ഇങ്ങനെ നുള്ളി പൊളിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു നാണോ ഒരു ചിരിയും ചിരിച്ചിട്ട് പോകും. ഇതാ ഇവന് വേറെ ചിരി വന്നു. നിന്റെ കാര്യമില്ല, നീ കുഞ്ഞു നോക്കിയനു. ഇനി ഏട്ടൻ ഒരാൾ വരാനുണ്ടോ? അവൻ്റെ കാര്യം പറഞ്ഞേ. ഓനൊന്ന് വിളിച്ചിട്ട് അതിൻ്റെ നോക്കാം നമുക്ക്. ഇത് ഞാൻ വിളിച്ചാലും ഓന് എന്തായാലും ഡൗട്ട് അടിക്കും. കൊണ്ട് വിളിപ്പിച്ചിട്ട് ഓനോട് നോർമലായിട്ടാണ് വെക്കാൻ പറഞ്ഞു. എനിക്ക് പറഞ്ഞു നല്ല ഇറയത്തൊരു സാധനം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. നോക്കട്ടെ, അടിപൊളി ഐഡിയ അല്ലേ? ഭയങ്കര പ്ലാനിങ്ങും ഭയങ്കര ഇതല്ലാന്നേ. ഓൻ വന്ന് ഞെട്ടുന്ന സർപ്രൈസ് വീഡിയോ തന്നെ പറഞ്ഞു. ഓൻ നമുക്ക് എഡിറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഞെട്ടിപ്പിക്കാം. വേറെ രക്ഷയൊന്നുമില്ല. ലൈറ്റെല്ലാം ഇട്ട് നോക്കണം, ഇല്ല അതൊന്നും വീഡിയോ കിട്ടില്ല. ഓൻ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വിളിച്ചടിപ്പിക്കാനുള്ള ദൗത്യവുമായി പോവുകയാണ്. എല്ലാം പ്ലാൻ ചെയ്ത് തോണ്ടിയെടുക്കാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സൂപ്പർ നമ്മൾ രണ്ടാളും ഞാൻ ലൈറ്റ് ഇട്ട് എണീക്കടായിരുന്നു. സ്കൂളിൽ പോകുന്ന ചെക്കനായി, എന്നിട്ട് ഒരേ കിടന്നുറക്കും. 8 മണിയായിട്ടും കിടന്നുറക്കം തന്നെ. എടാ ഇതെന്നാടാ അൻവിന് ബൈക്ക് എന്നാ ഇങ്ങനെ എന്നാ ഇത് ആന്നാ പറ്റിയേ? അത് ഞാൻ ആടെ കൊണ്ടുവച്ചിട്ട് ബൈക്ക് അൻവീൻ്റെ അതാരെ പിന്നെ ആടെ കൊണ്ടുവച്ചിട്ട് അൻവി അതും ഇതെങ്ങനെ അറിയതാ ആ വണ്ടീൻ്റെ ബേക്കിൽ ആടെ സ്റ്റാൻഡെല്ലാം പൊട്ടിച്ചിട്ട് കാറ്റെല്ലാം കളഞ്ഞിട്ട് ആടാ നീ വാ നോക്കാലോ. നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞ സെയിം സാധനം പറഞ്ഞില്ലേ? നോക്കൂ, ഞെട്ടിയില്ല, സർപ്രൈസ് ആയിട്ടില്ല നീ. എടാ അച്ഛൻ ഇതിപ്പോ എച്ചൂട്ട് നിന്നെ കട്ടായില്ലടാ മകനെ. ഉറക്കത്തായുള്ള മോനെ എച്ചു, ഞാനിങ്ങനെയല്ല ഉദ്ദേശിച്ചിന് മോനെ. ഉറക്കത്തായുള്ള കേട്ടാ പാവം. ഇന്നലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചാലോ, ഞാൻ അറിയിക്കാണ്ട് നിന്ന്. ഞാൻ എൻ്റെ മുഖം മാത്രം എടുത്ത് വിളിച്ചു, എല്ലാം കൂടി മനസ്സിലാവും. നേരം തന്നെ ഡൗട്ട്, അച്ഛൻ നാളെയാണോ വരുന്നത്? ഫുള്ള് അടവ് മനസ്സിലാവും. അതുകൊണ്ടാണ് കള്ളനെ അറിയിക്കാണ്ടത്. നീ ഉറക്കത്തെണീച്ച് വന്ന പാടാ കേട്ടോ ഉള്ളു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇതന്നെ പ്രതീക്ഷിച്ചത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഇതാ സെയിം സാധനം കൊള്ളാ. ഇത് ഇവന് വരെ ചിരി വരുന്നൊക്കെയാ കണ്ടിട്ട്. എന്തെന്നാന്ന് വെച്ച് ഇതെങ്ങനെ ആരൊക്കെ സർപ്രൈസ് എല്ലാം കൊടുത്ത് ഒരാളുടെ
പ്ലിങ് ആയിട്ട് നിൽക്കുന്നെന്ന് പറ അല്ലേ ആമി എനിക്കറിയില്ല അച്ഛൻ വരുന്നത് ഉറക്കത്തായോണ്ടല്ലേ അത് ഉറക്കപ്പിച്ചില്ല മോനെ ആ നമ്മൾ വെച്ചു വിട്ടാ ഉറക്കത്തായാലും അല്ലെങ്കിൽ കയറിയ പോലെ തന്നെ ഉണർന്നിട്ടായാലും പല്ലിമുട്ട പോലത്തെ ആയിട്ട് പല്ലും കാണിച്ച് ഇങ്ങനെ ചിരിച്ചോളൂ അല്ലടാ അല്ലേ ആമി ബൈക്കട സേഫ് ആട്ടാ അതിനെ നോക്കുന്നു അതാ വീല ബൈക്കട സേഫ് ഉണ്ട് കേട്ടാ എന്നാ ഇടുന്ന പിന്നെ ഇത്ര നമ്മൾ വർത്താനില്ലേനോ എന്തെല്ലാം പറഞ്ഞു അങ്ങനെ ഇവൻ അങ്ങനെ ഞെട്ടിന്നല്ലേ എച്ചൂടെ എങ്ങനെയാ ഞെട്ടിയ കാണിച്ച എച്ചൂടെ എങ്ങനെയാ ഞെട്ടിയപ്പോ എച്ചൂടെ എങ്ങനെയാ ഞെട്ടിയ കാണിച്ചേട്ടെ ഇങ്ങനെയാ ഇതാ ഇങ്ങോട്ടേക്കാ നീ ഇങ്ങനെ ഇപ്പം ഞെട്ടി ഇങ്ങനെയാ എങ്ങനെ ഞെട്ടിയേ കാണിച്ച കാണിച്ച എങ്ങനെ കാണിക്കേ ഓ എങ്ങനെയാ കാണിക്കടാ ആ ഇതിൻ്റെ കുമ്പ കാണിക്കാനല്ല ആ കൊതുക് വെച്ചത് ഇങ്ങോട്ട് നോക്ക് എച്ചൂട്ട് എങ്ങനെ ഞെട്ടിയെന്ന് പറഞ്ഞാട്ടെ എച്ചൂട്ട് അമ്മയെടുത്തു ആ അമ്മമ്മയെടുത്തു ആ ഏട്ടയെടുത്തു ഏട്ടാ ആ സായി എടുത്തു ആ അച്ഛനെടുത്തു അത് കണ്ടുപിടിച്ചേ ഇനി അൻപിയോട് ചോദിക്കാം ഓനാ ഞെട്ടാനുള്ള ഗ്യാപ്പ് കൊടുക്കണ്ടേ എച്ചൂട്ടിന് ഇപ്പം അച്ഛനൊരു ഉമ്മ കൊടുക്കുന്ന ചോദിക്കേ എച്ചൂട്ടാ അച്ഛനൊരു ഉമ്മ കൊടുത്താട്ടെ ആ അതെല്ലാം പിടി ഓനെ എനിക്ക് എപ്പോൾ ഇല്ല തന്നെ എപ്പം മടി കടി ഓ ഏത് അയക്ക് എന്നാ ഇന്ന് ലീവ് വേണ്ടപ്പോൾ എനിക്ക് നാളെ ലീവാക്കാം നമുക്ക് നാളെ വേറൊരു പരിപാടി ഉണ്ട് അല്ലേ വെറുതെ എന്തിനാ സ്കൂൾ ലീവാക്കുന്നത് എന്നാ അതിൻ്റെ അഭിപ്രായമോ ഓനങ്ങനെ പോകാണ്ടിരിക്കുന്ന ഇഷ്ടീയല്ല ഞെട്ടാത്തോണ്ടാണ് ഞെട്ടിയിട്ട് ഞാൻ കുറച്ച് ലീവലാക്കുമെന്ന് പറഞ്ഞേ കുറച്ച് ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ലീവലാക്കാൻ പറഞ്ഞേനെ നീ ശരിക്കും ഉള്ളിൽ ഞെട്ടിയില്ലേ ഉള്ളിൽ ഞെട്ടീനാ വെറുതെ ഉള്ളിലെന്തോന്ന് ഞെട്ട ഓട്ടൊക്കെ സാറ് ഫുൾ ഞെട്ടല്ലേ അല്ലേ ഇങ്ങോട്ട് വാ കുറെ കഴിഞ്ഞാ ഞാൻ തള്ളു കഴിയാ പിന്നെ പറയാനല്ല ഞാൻ അച്ഛനെ അറിയാനും എനിക്ക് ആദ്യേ ഞാൻ ശരിക്കും ഉള്ളിൽ ഞാൻ ഞെട്ടി എന്തൊക്കെയാ പറയാന്നറിയാം നിങ്ങൾ കാണുന്നൊന്നുമല്ല ഓഫ് സ്ക്രീനിൽ ഇപ്പം വേറെ ഒരു സാധനമാണ് അല്ലേ മോനെ ഒരാളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് എൻ്റെ മോള് അല്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഓക്കെ സർപ്രൈസ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് മോളെ കൊണ്ടുവന്നിട്ടില്ല പോലെയാണ് ഇത്രയും പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല പോലെ യേശോ അതിങ്ങ എടുക്കേ കുട്ടോ കപ്പയോ മീനോ എന്താന്ന് വെച്ചാ ഇങ്ങ എടുക്കേ കുങ്കുമപ്പൂവോ പിസ്തിയോ ബദാമോ എന്താന്ന് വെച്ചാ കുട്ടിക്കൊന്ന് കൊടുക്കുക നീ എന്തിനാ ചിരിക്കുന്നേ ഒരു ഭാവയിട്ട് പോലെ ഭാവ എടാ ഒരു ഭാവിയിട്ട് പോലെ ഭാവ നമുക്ക് ഭാവക്കൊന്നാ കൊടുക്കുക ഏത് ഇത് നല്ല ഇവക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒന്ന് കേട്ടാ മതി അങ്ങോട്ട് സ്പെഷ്യലായിട്ട് ഞാൻ കൊണ്ടുവന്ന കാശ്മീരി കാവ നല്ല ഗുണമുള്ള ചായ വെക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ഫ്രീ ഉണ്ട് ഷുഗറും ഉണ്ട് കേട്ടാ ഇനി ഇതെല്ലാം പൊടിയെല്ലാം ഇഷ്ടം നമ്മള് ചായപ്പൊടിയല്ല ഇതിന് കാശ്മീരി കാവാന്ന് പറയും കേട്ടോ നമ്മള് വയനാട് ഇഷ്ടം പോലെ ഇത് ലോക്കൽ സാധനമാണ് ഇത് അടുത്തെന്താ പിസ്ത കൊടുക്ക് വേറെ സ്പെഷ്യൽ ഒന്നുമില്ല നീ മേടിക്കാതെ എന്റെ കുങ്കുമപ്പ് എടുക്കണേ ആ ബാഗിലുണ്ടാവും ഷോൾഡർ ബാഗിൽ മാത്രമേ ഉള്ളൂ ഒരു സാധനം ഇവിടെ കിട്ടിയിട്ടില്ല നോക്കുക ദോശം ചുറ്റുകൊണ്ടിരിക്കുന്നു 1 കിലോ ബദാമാണ് ഇത് തേച്ച് നീ തിന്നണം കേട്ടാ രാവിലെയും വെള്ളത്തിലിട്ടിട്ട് ഒതുക്കുക വൈകുന്നേരം ഇല്ല ഇവൻ പറയും ഒന്നും കൊടുത്തിട്ടില്ലാന്ന് ഇനിയൊന്നും കൊണ്ടാണ് ആ ബാഗില് അലക്കാത്ത ഓർത്ത് തുണിയുണ്ടാവും അതും കൊടുത്തേ ബദാം കിട്ടി കേട്ടാ കുങ്കുമപ്പ് കാണിക്കാൻ ഒരാൾ പരത്തുന്നുണ്ട് ബാഗിൻ്റെ അകത്ത് മുട്ട നീ മെയിൻ സാധനം ഞാൻ ഒക്കെ വേണ്ടിയിട്ട് നിനക്കല്ല വെള്ളിച്ചരായ
വെല്ലിച്ച വേണം നമുക്ക് വേറെ എന്തെങ്കിലും വിളിക്കുക വെല്ലിച്ചൻ വെല്ലിച്ചല്ല വെല്ലിച്ചൻ മതി വെല്ലിച്ചൻ മതി ഞാൻ പറഞ്ഞില്ലേ ഇവൻ വേറെ എന്തോ പേര് ഹിന്ദിയിലെല്ലാം പേര് കണ്ടുപിടിക്കാൻ വേണ്ടി ബിഗ് അങ്കിൾ മാമനല്ലേ മാമൻ എന്ന് പറയും മാമനും അനിയനാണ് മാമൻ അമ്മേന്റെ എടോ ഇപ്പം ബിനുവാപ്പ അല്ല മാമൻ അച്ഛനാ ബിനു ഇവര് അച്ഛന്റെ ഇവര് ആപ്പൻ അച്ഛന്റെ അനിയനും ഏട്ടനല്ല ആപ്പൻ അമ്മേന്റെ അനിയനും ഏട്ടനും മാമൻ അച്ഛന്റെ ഏട്ടനും അനിയനും അല്ല അച്ഛന്റെ അനിയന്മാര് ആപ്പൻ ഏട്ടന്മാര് വെല്ലിച്ചൻ എല്ലാവരും സാധനം പറയടാ വെല്ലിച്ചൻ അല്ലാത്തൊരു സാധനം ഇല്ലല്ലോ നീ അല്ല വെല്ലിച്ചൻ വെല്ലുമ്പ ആണേ ഇത് കത്തി കൊടുക്കാം ഓരോ ഇതള് പാലില് കലക്കിയിട്ട് 3 നേരം കുടിക്കും കേട്ടില്ല 3 നേരം കുടിക്കണ്ട ഒരു നേരം കുടിക്കണം കേട്ടാ അധികം കുടിക്കരുത് കേട്ടാ എന്താ സാധനം ഇത് കുങ്കുമപ്പൂ കേട്ടാ ഇത് രണ്ടും ഞാൻ പോകുന്നിടത്ത് നീ തീർക്കും ഒന്ന് എനിക്ക് ഒന്ന് തൊണ്ടന്മാർക്കല്ല കേട്ടോ മോനെ ഇതെന്താ ട്രൗസറിൽ അയച്ചേ അതിന്റെ ട്രൗസർ അയച്ചപ്പോ മൊത്തം നോക്കുന്നേരം കണ്ടാല് വിചാരിക്കും എല്ലാ പരിപാടിയും അറിയാൻ എന്നാ എത്തി നോക്കുന്നേ നോക്കണ്ടേ അൻ്റെതിനെക്കാട്ടും വലിപ്പമുണ്ടോ ചെറുത് വലിയ റൂമെല്ലാം വലിയ വലിപ്പമൊന്നുമില്ല അതിനെക്കാട്ടും കുറച്ച് ചെറുതാണ് പിന്നെ സെൻട്രൽ ഹാള് അത്ര വലിപ്പമൊന്നുമില്ല കുറച്ച് ചെറുതാണ് മൊത്തത്തിൽ കുറച്ച് ചെറുതാണ് നമുക്ക് ചെറിയ വീട് മതിയപ്പോ അപ്പൊ വലിയ വീടൊന്നും വേണ്ട ഒരു ക്ഷമ കിട്ടുന്നില്ല വന്നേരം എണീച്ചപാട് നേരം ഞാൻ ഒരു വെരുത്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഒന്ന് കാണണ്ടേ നമുക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം പ്ലാനും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് പണിയെടുത്തിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ കണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടില്ല നമുക്ക് പലയൊന്നും പറിച്ചില്ല പലയെല്ലാം പറിച്ചു കഴിഞ്ഞാൽ ശരിക്കും സൗകര്യമെല്ലാം മനസ്സിലാവും ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എന്നാലും സംഭവം അടിപൊളി പൊളി ഒരാൾ ഓടി വരുന്നുണ്ടേ ഇപ്പം ചിരിയെല്ലാം വന്നിട്ടുണ്ട് എന്തിട്ടാന്നറിയാം ആ ചിരി ഓടിവാ ഇപ്പം എല്ലാം പറയുന്ന പോലെ കേൾക്കും ഓടിവാ ഇപ്പം ഇല്ല കേൾക്കും ഈ സന്തോഷം എന്തിൻ്റെ ആണെന്നറിയോ ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ആ ചിരിയെല്ലാം വന്നിപ്പോൾ അയ്യോ എടാ പഠിക്കണടാ നീ പഠിച്ച് വലിയ ആളാവണം അച്ഛനല്ലോ സ്കൂളിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഞായറാഴ്ചയിലാകുമ്പോൾ കരച്ചിൽ വരുത്താന്ന് അയ്യോ അച്ഛൻ കേൾക്കണ്ട ഈ ചായ ഒന്നുമില്ല ഇത് നാന്ന് ആടെ ഇരുന്ന് 32 വല്യങ്ങാഞ്ച് ഇരി തന്നെയാണല്ലോ യേശു ചായ ആക്കിയാ പൂമുഖവാതിക്കിൽ ചായയും എടുത്തിരുന്ന ഇതെന്നാടാ നീ പറഞ്ഞ പോലെ തമന്നിട്ട പോലെ ഇട്ട് നീ നിങ്ങളിപ്പോ അഞ്ചിന്റെ വണ്ടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാ നിങ്ങൾ വിചാരിക്കും അഞ്ചാ ഓടിക്കുന്നത് അല്ലേ കൊല്ലം കൂടി കയ്യേണ്ടി വരൂ ഹെൽമെറ്റ് എല്ലാം എടുത്തിട്ട് തൂറിപ്പോണോ തോന്നുന്നു ഇനി പോയി ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കേ ക്ഷീണം കാണോ തളർന്നു പോയേ ട്രൗസറിലും ഉള്ളിയും തോന്നുന്നേ അതാ അടുത്ത സാധനം അതാ ആ എടാ കള്ളമോയ് ഫുൾ സേഫ്റ്റി സാധനങ്ങളൊക്കെ ഇട്ട് ചൂട് അഞ്ചീനെ ഇതാ രംഗത്തിറക്കി അങ്ങോട്ട് പോ ദൂരോട്ട് എല്ലാരും പോട്ടെ മാറ് നേരെ അച്ഛൻ നെഞ്ചത്തേക്ക് വരട്ടെ ഞാൻ പഠിപ്പിച്ചല്ലേ പോട്ടെ നെറ്റ് തിരിച്ച് നിൽക്കുന്നു വരുന്നാ കൊണ്ടോ സ്ഥലം വരുന്നുണ്ട് മക്കളെ വരുന്നുണ്ട്
അങ്ങനെ ഏട്ടൻ വന്നിരിക്കുകയാണ് പുതിയ കളികൾ കാണാനും വെറുപ്പിക്കാനും ചളിയടിക്കാനും വെറുപ്പിച്ച് പണ്ടാറടക്കാനുമായിട്ട്. അപ്പോൾ ഇനി ഇവരുടെ ചളികളോട് കൂടിയ വ്ളോഗുകളും വീഡിയോകളും ഇനി നമുക്ക് കാണാം. ഓണാക്കിയിട്ടില്ല തോന്നിട്ട് എൻ്റെ മൈക്ക് ഓണം തന്നെയാണ്. പിന്നെ ഇത് പുതിയ മൈക്കാട്ടോ, അതുകൊണ്ട് എനിക്ക് വലിയ പരിചയമില്ല. പിന്നെ ഇനി വീഡിയോ ഞാൻ ഡെയിലി ഇടും. ഇല്ല, ഒന്നരാടൻ ഇടും. ഒരു ദിവസം ഇടപെട്ടിട്ട് എന്തായാലും ഇപ്രാവശ്യം വീഡിയോ ഇടും. എന്നാ ഇടുക എന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇടും. എന്നാലും ഉറപ്പ് എല്ലാ പ്രാവശ്യം ഞാൻ പറയും ഇനി കുറേ ഞാൻ അങ്ങനെ ഇടും അങ്ങനെ ആക്കും. പക്ഷേ കഴിഞ്ഞതിന് കുക്കിംഗ് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് അതും കൂടി കൂട്ടി ഞാൻ ഇപ്രാവശ്യം 2-3 റെസിപ്പികൾ ഞാൻ പുതിയ പഠിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഒരു ഇഡലി പാത്രത്തിൽ ചിക്കൻ ആക്കുന്നൊരു സാധനമുണ്ട്. ആദ്യം ഇപ്രാവശ്യം നീ അല്ല ഇതെല്ലാം അത് നമ്മളങ്ങനെ ആക്കല്ലേ എപ്പോഴും. ഇതൊരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ ഞാൻ കുറേ അങ്ങനെ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും ഇപ്രാവശ്യം ഉണ്ടാവും കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെ എല്ലാവരോടും ഓക്കെ ബൈ ബൈ.